പറ്റി ആ കുഞ്ഞുമോൾക്കെന്ന കാസർഗോഡിന്റെ ഹൃദയം നൊന്ത ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ദേശീയ ദുരന്ത നിവാരണ സേന രംഗത്ത്. പ്രധാന വാർത്തകൾ. പാണത്തൂർ ബാപ്പുങ്കയത്തെ സന ഫാത്തിമയ്ക്കായി ദേശീയ ദുരന്ത നിവാരണ സേന തിരച്ചിൽ ആരംഭിച്ചു. സ്ക്യൂബ് ക്യാമറ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ശക്തമാക്കി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് സർവീസ് നടത്താൻ KSRTCയുടെ 6 ബസ്സുകൾ കൂടി. മംഗലാപുരം ഗുരുവായൂർ സർവീസും കാസർഗോഡ് വിരാജ്പേട്ടെ മൈസൂർ സർവീസും ഉടൻ ആരംഭിക്കും. ഭിന്നലിംഗക്കാരുടെ ഉയർച്ച ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട്ട് ഫാഷൻ ഷോയും സാംസ്കാരിക സമ്മേളനവും. വിക്ടോറിയ ജെൻഡർ ന്യൂട്രൽ ഫാഷൻ ഷോയിൽ ഭിന്നലിംഗക്കാർക്കൊപ്പം സ്ത്രീ പുരുഷ മോഡലുകളും ചുവടുവച്ചു. അജാനൂർ ഫിഷിംഗ് ഹാർബറിന്റെ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അന്തിമ പഠന റിപ്പോർട്ട് 2 മാസത്തിനകം ലഭ്യമാകും. സർവീസ് പെൻഷൻകാർ പ്രക്ഷോഭത്തിലേക്ക്. സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ വിഹിതത്തോടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റ് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡിന്റെ വേദന രാജ്യത്തിന്റെ വേദനയാകുന്നു. പാണത്തൂർ ബാപ്പുങ്കയത്തെ സന ഫാത്തിമയെ കണ്ടെത്താൻ ദേശീയ ദുരന്ത നിവാരണ സേനയിലെ വിദഗ്ധർ. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ മികവോടെ പകർത്താൻ സാധിക്കുന്ന സ്ക്യൂബ് ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഒരു നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനയുമുണ്ട് സന ഫാത്തിമയ്ക്കായി. ആശങ്ക വിട്ടൊഴിയാതെ സന ഫാത്തിമയ്ക്കായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടർന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനു പുറമെ പാണത്തൂർ പുഴയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും പരിശോധന ആരംഭിച്ചു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് ബാപ്പുങ്കയത്തെ ഈ 4 വയസ്സുകാരിയെ കാണാതായത്. വീടിന് സമീപത്തുള്ള ഓടയിലൂടെ വെള്ളത്തിൽ ഒലിച്ചുപോയെന്നാണ് പോലീസ് നിഗമനം. ഇതോടെയാണ് തിരച്ചിൽ സമീപത്തെ പുഴ കേന്ദ്രീകരിച്ച് ആരംഭിച്ചത്. 5 ദിവസം നീണ്ട തിരച്ചിലുകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും തിരച്ചിൽ തുടങ്ങിയത്. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ മികവോടെ പകർത്താൻ സാധിക്കുന്ന സ്കൂബി ക്യാമറ ഉപയോഗിച്ചാണ് പരിശോധന നടക്കുന്നത്. ആ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ മിക്കവാറും സംശയം ഉള്ള എല്ലാ സെക്ഷനുകളും ഞങ്ങൾ ചെക്ക് ചെയ്തു. ഇതുവരെയായിട്ട് നമുക്ക് ഒരു പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ റെക്കോർഡ് ചെയ്ത ചിത്രങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഞങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് തീർച്ചയായിട്ടും തിരിച്ചു വരും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെയും വന്ന് ഏതെങ്കിലും ഒരു സെക്ഷൻ അവർക്ക് സംശയം ഉണ്ടോയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതാണ്. ബാപ്പുങ്കയത്തു നിന്നും തുടങ്ങിയ പരിശോധന ചന്ദ്രഗിരി അഴിമുഖം വരെ നടത്താനാണ് ആലോചിക്കുന്നത്. പുഴയുടെ ഒഴുക്കു കുറഞ്ഞത് പരിശോധനയ്ക്ക് ആശ്വാസമായിട്ടുണ്ട്. നാടോടികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം സന ഫാത്തിമയുടെ തിരോധാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവർ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് സർവീസ് നടത്താൻ 6 പുതിയ KSRTC ബസ്സുകൾ കൂടി കാസർഗോഡ് ഡിപ്പോയിലെത്തി. നിലവിലുണ്ടായിരുന്ന 36 ബസ്സുകളടക്കം 42 ബസ്സുകൾ ഇനി മംഗലാപുരത്തേക്ക് സർവീസ് നടത്തും. അതേസമയം ഡ്രൈവർ, കണ്ടക്ടർ തസ്തികകളിൽ ഉള്ള ഒഴിവുകൾ സർവീസുകളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്നതിന് 6 പുതിയ ബസ് കൂടി ഡിപ്പോയിലെത്തി. ദിവസങ്ങൾക്ക് മുൻപേ ബസ് എത്തിയെങ്കിലും ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്തതിനാൽ സർവീസ് ആരംഭിച്ചില്ല. ജോലി സമയം പുനഃക്രമീകരിക്കുമ്പോൾ ലഭിക്കുന്ന ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് തുടങ്ങാനാണ് KSRTC അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. മംഗളൂരു, കാസർഗോഡ് ഗുരുവായൂർ സർവീസും കാസർഗോഡ് നിന്നും വീരാജ്പേട്ട വഴി മൈസൂരിലേക്കുള്ള സർവീസും ഉടൻ ആരംഭിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് നിലവിൽ 36 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പുതിയ 6 ബസ് കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കാസർഗോഡ് ഡിപ്പോയിൽ ഡ്രൈവർ, കണ്ടക്ടർ തസ്തികയിൽ 50-ലധികം ഒഴിവുകളുണ്ട്. കൃത്യമായി ജീവനക്കാരില്ലാത്തതുമൂലം സർവീസ് മുടങ്ങുമോ എന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഭിന്നലിംഗക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ കാഞ്ഞങ്ങാട്ട് ഫാഷൻ ഷോയും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന വിക്ടോറിയ ജെൻഡർ ന്യൂട്രൽ ഫാഷൻ ഷോയിൽ ഭിന്നലിംഗക്കാർക്കൊപ്പം സ്ത്രീ പുരുഷ മോഡലുകളും റാമ്പിൽ ചുവടുവച്ചു. വിക്ടോറിയ ജെൻഡർ ന്യൂട്രൽ ഫാഷൻ ഷോ കാഞ്ഞങ്ങാട്ട് നടന്നു.
ഭിന്നലിംഗക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് ഫാഷൻ ഷോയും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ഫാഷൻ ഷോയിൽ ഭിന്നലിംഗക്കാർക്കൊപ്പം സ്ത്രീ പുരുഷ മോഡലുകളും വസ്ത്രരംഗത്തെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തി. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും ഡിസൈനറുമായ ഇഷ കിഷോറിന്റെ നേതൃത്വത്തിലാണ് ഫാഷൻ ഷോയും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചത്. ഒരുപാട് അവഗണനകളും അതിലേറെ വിഷമതകളും അതിലേറെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടുള്ള സ്വന്തം നാട്ടിൽ തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു പരിപാടി നടത്തുവാൻ ഇതിന്റെ ഫൈനൽ വേദി ഈ നാട്ടിൽ വെച്ച് തന്നെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുടുംബശ്രീ മിഷൻ, യുവസമിതി കാസർഗോഡ്, പടന്നക്കാട് ഗോൾഡൻ ജിം എന്നിവയും പരിപാടിയുമായി കൈകോർത്തു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തു. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ ജെൻഡർ കൺസൾട്ടന്റ് ആരതി മേനോൻ, ഷെരീഫ് ഗോൾഡൻ, രവീണ രവി, ഇഷ കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ഫിഷിംഗ് ഹാർബറിന്റെ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തുടർച്ചയായ 25 മണിക്കൂർ നീണ്ട സർവേയാണ് നടക്കുന്നത്. ജില്ലയിലെ 4ാമത്തെ തുറമുഖമാണ് അജാനൂരിൽ പ്രാവർത്തികമാകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അജാനൂർ ഫിഷിംഗ് ഹാർബറിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടക്കമായി. ഇതിന്റെ ആഹ്ലാദത്തിലാണ് തീരദേശവാസികൾ. ബേപ്പൂരിലെ ഹാർബർ എഞ്ചിനീയറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിലാണ് സർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചിത്താരിപ്പുഴ കടലിനോട് ചേരുന്ന ഭാഗത്താണ് സർവേക്ക് തുടക്കമിട്ടത്. പുഴയുടെ ഒഴുക്ക്, വെള്ളത്തിന്റെ അളവ് തുടങ്ങിയവയാണ് പരിശോധിക്കുക. 25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർവേയാണ് നടക്കുന്നത്. ജില്ലയിലെ 4ാമത്തെ തുറമുഖമാണ് അജാനൂർ ഫിഷിംഗ് ഹാർബർ. സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള CWD-RC ആണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത്. ഇടക്കാലത്ത് മന്ദഗതിയിലായ പ്രവർത്തനങ്ങൾക്ക് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ കണ്ടതോടെ വീണ്ടും ജീവൻ വെക്കുകയായിരുന്നു. സർവേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C ജയദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ M ഷാജു, ബീന ആൽബർട്ട് തുടങ്ങിയവർ നേതൃത്വമേകി. സർവീസ് പെൻഷൻകാർ പ്രക്ഷോഭത്തിലേക്ക്. സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ വിഹിതത്തോടെ പെൻഷൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSSPA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക, സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ വിഹിതത്തോടെ പെൻഷൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ധർണ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, നികുതി വരുമാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ചെലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അവകാശങ്ങളെ ഹനിച്ചു മുമ്പോട്ട് പോകുന്ന സമീപനമായി സർക്കാർ മുമ്പോട്ട് പോയി. ഒരുപക്ഷെ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് സർക്കാർ പുതിയ ഒരു അവകാശം നമുക്ക് അനുവദിച്ചു തരണം എന്നില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാനത്തെ പെൻഷൻകാർ അനുഭവിച്ചു വന്ന ഏറ്റവും പ്രയോജനകരമായ പല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് U ശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ T കരുണാകരൻ, പാലേരി പത്മനാഭൻ, KV രാഘവൻ, ET സെബാസ്റ്റ്യൻ, രാധാകൃഷ്ണൻ നായർ, PP ബാലചന്ദ്രൻ, V കൃഷ്ണൻ, PC സുരേന്ദ്രൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം നോക്കാതെ കായിക അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യവുമായി കായിക അധ്യാപക സംഘടന രംഗത്ത്. കായിക അധ്യാപക സംഘടന ജില്ലാ കമ്മിറ്റി കാസർഗോഡ് DDE ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന പ്രസിഡന്റ് KM ബല്ലാൽ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂളുകളിൽ 15ഓളം കായിക തസ്തികകൾ നഷ്ടപ്പെട്ടുവെന്നും എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം നോക്കാതെ കായിക അധ്യാപകരെ നിയമിക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു കായിക അധ്യാപക സംഘടന ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് KM ബല്ലാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. 78 ആ സമയങ്ങളിൽ ഏകദേശം ഒരു 12 ഉപരിയായിട്ട് സ്പെഷ്യലിസ്റ്റ് അധ്യാപക തസ്തികകൾ ഉണ്ടായിരുന്നു. നമുക്കൊരിക്കൽ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസ്, നീഡിൽ, ക്രാഫ്റ്റ്, സ്വിങ്, മ്യൂസിക് ഇങ്ങനെയുള്ള പല തസ്തികകൾ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു.
അവരെ ശബ്ദം ഉന്നയിക്കാത്ത കൊണ്ട് തന്നെ. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി അശോക് ധർമ്മത്തടുക്ക അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ GR ശശികാന്ത്, മധുസൂദനൻ, വിജയകൃഷ്ണൻ, സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. PBCA സംസ്ഥാന സെക്രട്ടറി M ഷംസുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക, സ്വകാര്യ കരാറുകാർക്ക് ലൈസൻസ് നൽകുക, ക്ഷേമനിധിയും പെൻഷനും അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. PBCA സംസ്ഥാന സെക്രട്ടറി M ഷംസുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട ക്വാറികൾ പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണ കരാറുകാർക്ക് നിർമ്മാണ വസ്തുക്കൾ നല്ല രീതിയിൽ വില കുറച്ച് ലഭിക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പാരിസ്ഥിതിക വാദങ്ങളും ക്വാറി വ്യവസായത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്ന എംസാൻഡിന് എന്ത് ഗുണം, അതുകൊണ്ട് അതിൻ്റെ ഗുണനിലവാരം എന്താണ് എന്ന് പരിശോധിക്കാൻ പോലും ഒരു സംവിധാനമില്ല. ജില്ലാ പ്രസിഡന്റ് PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PP രമേശൻ, ബാബുരാജൻ, സുകുമാരൻ, EK പങ്കജാക്ഷൻ, C വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ത്രിവേണി ശാഖ അയ്യപ്പ നഗർ കേളുകൂടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാബന്ധനോത്സവം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് കേശവ രക്ഷാബന്ധന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. എല്ലാ വീടുകളിലേക്കും ചെടി വിതരണം നടത്തിയാണ് കാസർഗോഡ് ത്രിവേണി ശാഖ കേളുകുഡെ കമ്മിറ്റി രക്ഷാബന്ധനോത്സവം സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് കേശവ രക്ഷാബന്ധന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഒരുപാട് ചെറുപ്പക്കാരും കൂട്ടുകാരൊക്കെ വന്നത് ബൗദ്ധികത്തിനപ്പുറം ഈ രാഖി ബന്ധനത്തിന് വേണ്ടി. ആലോചിച്ച് നോക്കുക, ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ ഒരു രാഖി ബന്ധിച്ച ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചറിയാതെ അത് RSSകാരനാണ്. ഇന്ന് ആ രീതി മാറി. നാടുകളും ഗ്രാമങ്ങളും ഈ ഉത്സവം ഏറ്റെടുത്തപ്പോൾ ഇതെല്ലാവരും ഇത് ബന്ധിക്കാൻ തുടങ്ങി. എല്ലാവരും ഇത് ആചരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്വയം സേവകരിൽ അർപ്പിതമായിരിക്കുന്നത് ഇതിൻ്റെ നിയന്ത്രണം വിട്ടുകൂടാ എന്നുള്ളതാണ്. തുടർന്ന് എല്ലാ വീടുകളിലേക്കും ചെടി വിതരണം നടത്തി. പരിപാടിയിൽ സച്ചിൻ, അഭിഷേക്, അമർ, കാളിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ക്ഷേമനിധിയിൽ ചേരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ M മനോഹരൻ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ M മനോഹരൻ തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. അതുപോലെ തന്നെ ഇതിനിടയിൽ ഈ 5 കൊല്ലത്തോളം നടത്താണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യത്തിന് ആനുകൂല്യങ്ങൾ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ക്ഷേമനിധി അടക്കാൻ ശ്രദ്ധിക്കുക. ഒരു കൊല്ലത്തിൽ കൂടുതൽ ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. 6 മാസത്തിലൊരിക്കൽ നിർബന്ധമായി നടത്താൻ പറ്റുമെങ്കിൽ മുന്നോട്ടേക്ക് അടച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനേ ഇല്ല, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന വ്യക്തി. അതാണ് ഉടമേണ്ടത്. ഉടമേന്റെ മുന്നോട്ട് നടത്താൻ പറ്റില്ലേ? തൊഴിലാളികൾ മുന്നോട്ട് നടത്താൻ പറ്റുമോ? അതുപോലെ തന്നെ തൊഴിലാളികളും ഈ നടക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാ മാസവും 7-ാം തീയതി മുമ്പാണ് തൊഴിലാളികൾ നടക്കുന്നത്. ക്ഷേമനിധിയിൽ ചേരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. പരിപാടിയിൽ മോട്ടോർ തൊഴിലാളി യൂണിയൻ CATU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ തൊഴിലാളി ജില്ലാ ജോയിന്റ് സെക്രട്ടറി E മണികണ്ഠൻ, ഖലീൽ പടിഞ്ഞാർ, A കേശവ തുടങ്ങിയവർ സംബന്ധിച്ചു. കീടനാശിനി നിരോധനം ആവശ്യപ്പെട്ട് ജനാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ മൗന ഉപവാസം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിലാണ് ഉപവാസം നടക്കുന്നത്. ക്യാൻസർ വിമുക്ത കേരളം എന്ന സന്ദേശവുമായാണ് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ മൗന ഉപവാസം ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തെ ജൈവ സംസ്ഥാനമാക്കുക, നാടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച മൗനോപവാസത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പങ്കെടുക്കാനെത്തി. ഹിരോഷിമ ദിനത്തിൽ ആരംഭിച്ച മൗനോപവാസം നാഗസാക്കി ദിനത്തിലാണ് സമാപിക്കുന്നത്. K കുഞ്ഞിരാമൻ MLA മൗനോപവാസം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ അതിനെതിരായി വരുന്ന പ്രതിവിധി എന്തെന്ന് ആരെ കണ്ടുപിടിച്ചില്ലാതെ
സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ വി. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം. ഗൗരി, സംഘാടക സമിതി ജനറൽ കൺവീനർ കരുണാകരൻ കുന്നത്ത്, സ്വാതന്ത്ര്യ സേനാനി എം. കെ. നമ്പ്യാർ, ഡോക്ടർ ടി. എം. സുരേന്ദ്രനാഥ്, വി. സുരേന്ദ്രൻ, പി. ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂരിലെ കുട്ടമത്ത് കുന്നിയൂരിൽ ഹെറിറ്റേജ് സെന്റർ മഹാകവി കുട്ടമത്തിനെ അനുസ്മരിച്ചു. കുട്ടമത്തിന്റെ 74ാമത് ചരമദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു അനുസ്മരണം. കുട്ടമത്ത് കുന്നിയൂർ ഹെറിറ്റേജ് സെന്റർ ഹാളിലാണ് മഹാകവി കുട്ടമത്തിന്റെ 74ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ ചടങ്ങ് നടന്നത്. ഗോവിന്ദൻകുട്ടിക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെറിറ്റേജ് സെന്റർ വർക്കിംഗ് ചെയർമാൻ പി.സി.കെ. നമ്പ്യാർ അധ്യക്ഷനായി. മാധ്യമ അവാർഡ് ജേതാവ് പ്രകാശൻ കുട്ടമത്ത്, ഫോക്ലോർ അവാർഡ് നേടിയ കൃഷ്ണൻ പണിക്കർ, മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ വി. ഷീന എന്നിവരെ അനുമോദിച്ചു. ഉപഹാരവും നൽകി. മഹാകവി കുട്ടമത്തിന്റെ ഹരിചന്ദ്രൻ വിഷയമാക്കി പുസ്തക ചർച്ചയും നടന്നു. വിനോദ് കെ. ആലന്തട്ട വിഷയം അവതരിപ്പിച്ചു. അതാണ് കുഞ്ഞിരാമനാരുടെ കാര്യം പറഞ്ഞതുപോലെ പലരും പല രീതിയിലും വെറും ഭക്തകവി മാത്രമായിട്ടൊക്കെ എഴുതാൻ ശ്രമിച്ച കവി പിന്നീട് പൂത്തുലഞ്ഞ് ഒരു വലിയ വടവൃക്ഷമായി മലയാള സാഹിത്യ ലോകത്ത് വിരാജിക്കുന്നത് നമ്മൾ കണ്ടു. ബഷീറും കുഞ്ഞൻ നമ്പ്യാരും അങ്ങനെ പലരും ആ കൂട്ടത്തിലുണ്ട്. ഇതുപോലെ കെ. നായർ, ടി. കെ. ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹെറിറ്റേജ് സെന്റർ സെക്രട്ടറി YMC ചന്ദ്രശേഖരൻ സ്വാഗതവും വിജയകുമാർ നന്ദിയും പറഞ്ഞു. ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ വൈദ്യുത ലൈൻ കുരുങ്ങി ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. മഞ്ചേശ്വരം ഉദ്യാവര ദേശീയപാതയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ലോറിക്ക് പിന്നിലുണ്ടായിരുന്ന കാർ യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ മൂലം ദേശീയപാതയിൽ വൈദ്യുത കമ്പി താഴ്ന്നു കിടക്കുന്നത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ചൊവ്വാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരം ഉദ്യാവരയിലാണ് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ വൈദ്യുത കമ്പി കുടുങ്ങുകയും പോസ്റ്റ് തകരുകയും ചെയ്തത്. പിന്നിലുണ്ടായിരുന്ന കാറിനുമേൽ പോസ്റ്റ് പതിക്കാത്തത് വൻ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. മഞ്ചേശ്വരത്തെ പല ദേശീയപാതകളിലും വൈദ്യുത കമ്പി താഴ്ന്നു കിടക്കുന്നതിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ആരും തിരിഞ്ഞു നോക്കാറില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വൈദ്യുത പോസ്റ്റ് പൊട്ടിവീണതുമൂലം അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൻ ദുരന്തം ഉണ്ടാക്കാവുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ അധികൃതർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് 60 കേന്ദ്രങ്ങളിൽ ഓണം കയർമേള. ഏറ്റവും കുറഞ്ഞ വിലയിൽ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. നീലേശ്വരത്ത് ഓണം കയർമേള 2017 ആരംഭിച്ചു. കയറ്റുമതി വിപണിയേക്കാൾ വളരെ വലുതാണ് ആഭ്യന്തര വിപണിയെങ്കിലും പരമ്പരാഗത കയർ മേഖലയെ നിലനിർത്തുന്നതിനാവശ്യമായ നിലയിൽ വിപണി വികസിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് കേരള കയർ വികസന വകുപ്പ് കേരളത്തിന് അകത്തും പുറത്തും ഒട്ടനവധി വിപണന കേന്ദ്രങ്ങൾ തുറന്ന് ഏറ്റവും ഗുണമേന്മയുള്ള കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് 60 ഓണം കയർമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ കാസർഗോട്ടും നീലേശ്വരത്തുമാണ് വിപണന കേന്ദ്രങ്ങൾ തുറക്കുന്നത്. നീലേശ്വരത്ത് കൃഷിഭവന് സമീപം ആരംഭിച്ച ഓണം കയർമേള 2017 നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ P. കുഞ്ഞികൃഷ്ണൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പ്രൊജക്ട് ഓഫീസർ PV രവീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ PV രാധാകൃഷ്ണൻ, കയർ ഇൻസ്പെക്ടർ RK സ്മിത, കയർ കോർപ്പറേഷൻ മാനേജർ C. ജോയ് ഗോപാൽ എന്നിവർ സംസാരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. ഉൽപ്പാദന ചെലവിന്റെ പകുതി വിലയ്ക്ക് സർക്കാർ റിബേറ്റോടെ കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ഏക അവസരമാണ് ലഭിക്കുന്നത്. കയർമേള സെപ്റ്റംബർ 3 വരെ നീണ്ടു നിൽക്കും. ചെറുവത്തൂരിൽ ഇന്ദിരാ പ്രിയദർശിനി ജന്മശതാബ്ദി ആഘോഷിച്ചു. അനുബന്ധ പരിപാടിയായി ആദരിക്കലും അനുമോദനവും നടന്നു. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവത്തൂർ മണ്ഡലം ബൂത്ത് നമ്പർ 100, 101, 107 മേഖലാ സമ്മേളനവും ഇന്ദിരാ പ്രിയദർശിനി ജന്മശതാബ്ദി ആഘോഷവും ചെറുവത്തൂർ NAS ക്ലബ്ബിലാണ് നടന്നത്. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ ശ്രീ G. കാർത്തികേയന്റെ മരണത്തിന് ശേഷം അവിടെ ആര്യനാട് ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ 200ഓളം കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയം എത്രമാത്രം പ്രസക്തമാണ് എന്ന ചർച്ച സാധാരണക്കാരുമായി സംവദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലൂടെ പ്രിയങ്കരനായ ശ്രീ ശബരിനാഥിന് നിയമസഭയിൽ എത്തുവാൻ വേണ്ടി സാധിച്ചത്. K. ചന്ദ്രൻ അധ്യക്ഷനായി.
DCC ജനറൽ സെക്രട്ടറി എം അസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KV സുധാകരൻ, M രാഘവൻ നായർ, V നാരായണൻ, MP പത്മനാഭൻ, VV ചന്ദ്രൻ, T പത്മനാഭൻ, CP കൃഷ്ണൻ, PV സത്യനാഥ്, MV ജയശ്രീ എന്നിവർ സംസാരിച്ചു. പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ, മാധ്യമ അവാർഡ് ജേതാവ് പ്രകാശൻ കുട്ടമത്ത്, സിനിമാ സീരിയൽ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ, സ്വാമി ആനന്ദതീർത്ഥ വനിതാ ശിങ്കാരിമേളം ഗ്രൂപ്പ് എന്നിവരെ ആദരിച്ചു. വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട TV വിനോദ് കുമാറിനെയും SSLC +2 ഉന്നത വിജയികളെയും അനുമോദിച്ചു. CP ചന്ദ്രശേഖരൻ സ്വാഗതവും E മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാണത്തൂർ ബാപ്പുങ്കയത്തെ സന ഫാത്തിമയ്ക്കായി ദേശീയ ദുരന്ത നിവാരണ സേന തിരച്ചിൽ ആരംഭിച്ചു. സ്ക്യൂബ് ക്യാമറ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ശക്തമാക്കി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് സർവീസ് നടത്താൻ KSRTCയുടെ 6 ബസ്സുകൾ കൂടി. മംഗലാപുരം ഗുരുവായൂർ സർവീസും കാസർഗോഡ് വിരാജ്പേട്ടെ മൈസൂർ സർവീസും ഉടൻ ആരംഭിക്കും. ഭിന്നലിംഗക്കാരുടെ ഉയർച്ച ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട്ട് ഫാഷൻ ഷോയും സാംസ്കാരിക സമ്മേളനവും. വിക്ടോറിയ ജെൻഡർ ന്യൂട്രൽ ഫാഷൻ ഷോയിൽ ഭിന്നലിംഗക്കാർക്കൊപ്പം സ്ത്രീ പുരുഷ മോഡലുകളും ചുവടുവച്ചു. അജാനൂർ ഫിഷിംഗ് ഹാർബറിന്റെ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അന്തിമ പഠന റിപ്പോർട്ട് 2 മാസത്തിനകം ലഭ്യമാകും. സർവീസ് പെൻഷൻകാർ പ്രക്ഷോഭത്തിലേക്ക്. സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ വിഹിതത്തോടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റ് മാർച്ച് നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.